ഇനി ബൈ ദ പീപ്പിൾ ആണ്. പൊതുജനങ്ങൾ പ്രതികരിക്കുകയാണ് സാമൂഹിക തിന്മകൾക്കെതിരെ. ഇന്ന് നമ്മൾ ജനങ്ങളോട് ചോദിച്ചത്, തേക്കടിയിൽ ഇസ്രായേൽ ദമ്പതികളെ അപമാനിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളതായിരുന്നു. ഈ വിഷയത്തിൽ പൊതുജനങ്ങൾ പ്രതികരിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുത്ത പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിഥികളെ ദൈവത്തെ പോലെ കാണണമെന്ന സംസ്കാരമുള്ള നമ്മുടെ നാട്ടിൽ ജാതിയുടെയോ മതത്തിന്റെയോ സമ്പത്തിന്റെയോ പേരിൽ ആരും മാറ്റി നിർത്തപ്പെടരുത് എന്ന് അനുശാസിക്കുന്ന നമ്മുടെ നാട്ടിൽ ടൂറിസം മേഖല നമ്മുടെ നാടിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ നട്ടെല്ലായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രണ്ട് വിദേശ ദമ്പതികൾ അപമാനത്തിനും ബഹിഷ്കരണത്തിനും ഇരയായി എന്നുള്ളത് തീർത്തും നിരാശാജനകമായ കാര്യമാണ്. ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കുന്നത് ടൂറിസം മേഖലയുടെ തകർച്ചയ്ക്കും ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യാപാര മേഖലകളുടെയും ഇതര മേഖലകളുടെയും തകർച്ചയ്ക്ക് കാരണമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നാടിന്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഉറപ്പിലും ടൂറിസ്റ്റ് മേഖല വളരേണ്ടത് വളരെ അനിവാര്യമാണ്. ആ ഒരു സമയത്ത് തേക്കടിയിൽ ഉണ്ടായ ഇതുപോലുള്ളൊരു വിഷയം അത്രമാത്രം നമ്മുടെ നാടിന് മാനക്കേട് തന്നെയാണ്. ഇതിനുള്ള പരിഹാരം ഉടനടി ഉണ്ടാവണം. കാരണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ, ഇത്തരം വാർത്തകൾ പുറത്തേക്ക് പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ സാധാരണ കച്ചവടക്കാർ തന്നെയാണ്. അവർക്കിതില് കൃത്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന ആളുകളെ ബഹുമാനത്തോടെ സ്വീകരിക്കുവാനും അവരുടെ നാടോ അവരുടെ ഭാഷയോ അവരുടെ വസ്ത്രങ്ങളോ ഒന്നും ഒരു പരിഗണനയിൽ കൊണ്ടുവരാതിരിക്കുവാനും പ്രത്യേകമായി ശ്രദ്ധിക്കണം. സദ്ബുദ്ധി നഷ്ടപ്പെട്ട ഒരു കച്ചവടക്കാരൻ്റെ വിക്രിയായി അതിനെ കാണാമെങ്കിലും ആ വിഷയത്തോട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ഉദാസീനമായ നിലപാട്, അല്ലെ അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാഞ്ഞത്, അല്ലെ അതിനു വേണ്ടി മടിച്ചു നിൽക്കുന്നത് ആശങ്കാജനകമായൊരു കാര്യമാണ്. ജനാധിപത്യത്തിന്റെ ഒരു വഴിതെറ്റലായി മാത്രമേ അതിനെ കാണാനാകൂ. കേരളത്തെക്കുറിച്ച് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനെ നമ്മൾ ഗൗരവത്തോടു കൂടി എടുക്കണം. സ്വതന്ത്രമായി ഭയരഹിതമായി കേരളത്തിൽ വിനോദസഞ്ചാരികൾക്ക്, വിദേശികൾക്ക് സന്ദർശനം നടത്താൻ കഴിയും. അതിന് തക്ക സംസ്കാരവും അതിന് തക്ക വിദ്യാഭ്യാസവും കേരള ജനതയ്ക്കുണ്ട് എന്ന് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും വായിച്ചെടുക്കാൻ കഴിയും വിധം നമ്മുടെ പ്രചരണോപാധികൾ നാം ത്വരിതപ്പെടുത്തുമ്പോഴും ഇത്തരം സംഭവങ്ങൾ വളരെ ഗൗരവമായി പരിഗണിക്കേണ്ടതും ഗൗരവമായ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഞാനൊരു വ്യാപാരിയാണ്. ആ നിലയ്ക്ക് തന്നെ നമ്മുടെ കടയിൽ ആര് വന്നാലും അവരെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനും കേരളത്തന്മയോടുകൂടി അവരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കാനുള്ള ബാധ്യത നമുക്കുള്ളതാണ്. എതിരായി പ്രവർത്തിക്കുന്ന സർവ്വ വ്യാപാര സ്ഥാപനങ്ങൾക്കും എതിരെ സർക്കാർ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ ഇതും ഉണ്ടാകണം. കൂടുതൽ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നതിനും കേരളം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നതിനുള്ള അവസരം ഉണ്ടാക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.